ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബ് ഷോർട്സിലും ഒക്കെ പരിചയമായിട്ടുള്ള ഒരു സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്, കൂന്തൽ നിറച്ച് പൊരിച്ചത്. അപ്പോൾ അതിന് വേണ്ടുന്നത് കൂന്തലാണ്. അപ്പോൾ അത് വലിയ കൂന്തൽ തന്നെ എടുക്കണം. പിന്നെ അത് കഴുകി വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ വാൽ കഷ്ണം പോലത്തെ ആ സൈഡിലുള്ള ഒരു പീസസ് ഉണ്ടാകും, അത് എടുത്ത് മാറ്റി വെക്കണം. നമുക്ക് ഫില്ലിങ്ങിന് അത് വേണ്ടി വരും. പിന്നെ ഫില്ലിങ്ങിന് വേണ്ടുന്നത് ഉള്ളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ തേങ്ങ, പച്ചമുളക്, കറിവേപ്പില, മല്ലിച്ചപ്പ്, പിന്നെ ഇത്രയാണ് വേണ്ടുന്നത്. ഇതിൻ്റെ തലഭാഗം ഞാൻ എടുക്കുന്നില്ല. ഓരോ ആൾക്കാർ തലയും കൂടി അതിനകത്ത് വെക്കുന്നതാണ്, പക്ഷെ ഞാനത് എടുത്തിട്ടില്ല. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉള്ളി പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും കൂടി അരച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ ഇറച്ചി മസാലപ്പൊടിയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ കൂന്തലിൻ്റെ കട്ട് പീസസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തേങ്ങയുടെ അരവ് ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് വേണ്ടുന്നത്, അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്, പിന്നെ തേങ്ങയും ചെറിയൊരു ഉള്ളിയും പെരുംജീരകം ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതും ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം കൂന്തൽ ഇതുപോലെ എടുക്കുക. അതെടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ചായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. സ്പൂണിനെ കൊണ്ട് പറ്റില്ല, കൈനെ കൊണ്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം. കുറച്ചെന്തായാലും ഇതുപോലെ ഇങ്ങനെ പെരങ്ങും. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈർക്കിലിയോ അല്ലെങ്കിൽ ചെറിയ കമ്പോ എടുത്ത് ടൂത്ത് പിക്ക് പോലത്തെ സംഭവം എടുത്തിട്ട് ഒന്ന് നമ്മൾ അതിനകത്ത് കുത്തി വെച്ച് കൊടുക്കുക. കാരണം ഫില്ലിങ് പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളൊരു കുക്കറാണ് എടുക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് ഓരോന്ന് വെച്ച് കൊടുക്കുക. ഒരു ചെറിയ സ്പൂൺ, ഒരു 1-2 സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി, അത് ഒഴിക്കേണ്ട, വെള്ളം കൂടിപ്പോകും. അതിനുശേഷം പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെത്തേക്കാണ് നമ്മൾ ഈ തയ്യാറാക്കി വെച്ച കൂന്തൽ ഇട്ട് കൊടുക്കേണ്ടത്. ജസ്റ്റ് അതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അധികം വേവാൻ വെക്കണ്ട, കാരണം അത് പൊട്ടിത്തെറിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ കൂന്തൽ നിറച്ച് പൊരിച്ചത് ഇവിടെ റെഡിയായി. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.